ഹൈ ഫ്രണ്ട്സ്, ഞങ്ങൾ വാങ്ങിയ പച്ചക്കറി തൈയില്ലേ, വയലറ്റ് കേബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, വഴുതിന എല്ലാം നട്ടു കൊടുത്തു. ഞാൻ കുറച്ച് ഉയരത്തിലാണ് നട്ടിട്ടുള്ളത്. ഇത് പുതിയ സ്ഥലമായതുകൊണ്ട് ഞാൻ ഇഞ്ചി നട്ടിട്ട് എല്ലാം ചീഞ്ഞു പോയി. മെയിൻ റോഡ് മുന്ന് വെള്ളം വന്നിട്ട് ഇതൊരു കുഴി സ്ഥലമാണ്. അപ്പം ഞാൻ എന്നിട്ട് കുറച്ച് ഉയരത്തിലാണ്. എന്നും ന്യൂനമർദ്ദം എന്നെല്ലാം പറഞ്ഞ് വെള്ളം വന്നിനെങ്കിൽ പോണ്ടാന്ന് വിചാരിച്ച് കുറച്ച് ഉയരാക്കിയിട്ട് നട്ടു കൊടുത്തു. കുറച്ച് ചാണകപ്പൊടിയും ഒരു നുള്ളു വേപ്പും പിണ്ണാക്കും മാത്രം ഇട്ടിട്ടാണ് നട്ടു കൊടുത്തിന്. ഇനി നന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് നനച്ചു കൊടുത്തു. കുറച്ച് ഇവിടെ നട്ടു, കുറച്ച് ഈ ഭാഗത്തും നട്ടു. കുറേ ദിവസമായി പിന്നെ നമ്മുടെ ചെടി പാവക്കയിൽ, ചെറിയ പാവക്കയിൽ നിന്നും വിളവെടുത്തിട്ട് കാണിക്കാം. നമ്മുടെ കൊച്ചു പച്ചക്കറിത്തോട്ടത്തിൽ വിളവെടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം കേട്ടോ. കുറേ ഒടിഞ്ഞു പോയ ചെറിയ കായ കിട്ടിയേ, വളരെ ചള്ളാണ് ഇതെല്ലാം. 2 കൂമ്പും പൊട്ടിച്ചു. ഒരു വാഴ ഒടിഞ്ഞിട്ട് പക്ഷിയൊന്നും കണ്ടിട്ടില്ല. ഒടിഞ്ഞ് വാഴ ഇലേൻ്റെ കൂർക്കലേൻ്റെ ഉള്ളിലായിപ്പോയി. അതുകൊണ്ട് പക്ഷിയൊന്നും കടിച്ചിട്ടില്ല. വളരെ ചെറുതാണ്. അത് ഞാൻ പീശാക്കത്തി കൊണ്ട് മുറിച്ചങ്ങോട്ട് എടുത്തു. ഒരു പപ്പായ വറുത്തു, ലേശം മുരിങ്ങച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, കാന്താരി, പാവക്ക കുറേ പോയിപ്പോയിന്. കുറേ ദിവസമായി പറിക്കാത്ത. കുറച്ച് കിട്ടി. നിത്യവഴുതിന ഇത്രയേ ഉള്ളൂ. പയറും കുറച്ച്, 2 ഇതും, പിന്നെ പേരയ്ക്ക്, ഇനി ചെറുനാരങ്ങ പറിക്കാനുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഇതുപോലത്തെ പച്ചക്കറിക്ക് വലിയ അധ്വാനമൊന്നുമില്ല. ഒരു പ്രാവശ്യം നട്ട, ഇത് 6 കൊല്ലം മുമ്പ് നട്ട വാഴയാണ്. അത് മാറ്റി നടാതെ കൊണ്ട് നല്ല വാഴക്കൊലയുണ്ട്. ഇത് വളരെ ചെറുതാണ്. നല്ലത് കുറവാണെങ്കിൽ ഒടിഞ്ഞിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് പഴുക്കും. ചെറിയ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഒരു വളമൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഈർച്ചപ്പൊടി മാത്രമേ ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ വർഷമെല്ലാം നല്ല വാഴക്കൊല കിട്ടും. ഇതിപ്പോൾ 5-6 വർഷമായതുകൊണ്ട് മാറ്റി നടുക, മണ്ണ് കയറ്റമൊന്നും ചെയ്യാത്തതുകൊണ്ട് കൊലയെല്ലാം ഇങ്ങനത്തെ, അതുകൊണ്ടാണ് ഒടിഞ്ഞും പോകുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ.